ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമൻ നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. പഠിച്ചുകൊണ്ടിരുന്നത് 16-ാമത്തെ ദശകം, നരനാരായണ അവതാരവും ദക്ഷയാഗവും. ഇന്ന് സമർപ്പണമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് സമർപ്പണമാണ്. ഓരോ ശ്ലോകം ചൊല്ലി അർത്ഥം പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമന്നാരായണീയെ ദശകം 16, നരനാരായണ അവതാരവും ദക്ഷയാഗവും. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദോ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേതുതം ചേ. ബ്രഹ്മപുത്രനായിരിക്കുന്ന ദക്ഷപ്രജാപതി സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു. അവളിലുണ്ടായ 16 കന്യകമാരിൽ 13 പേരെ ധർമ്മദേവനും സ്വത എന്ന പുത്രിയെ പിതൃദേവകൾക്കും സ്വാഹ എന്ന മകളെ അഗ്നിദേവനും സതി എന്ന കന്യകയെ അങ്ങയുടെ അംശരൂപിയായിരിക്കുന്ന ശിവനും വിവാഹം ചെയ്തു കൊടുത്തു. മൂർത്തിർഹി ധർമ്മഗ്രഹിണി സുഷുവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാഃ പുഷ്പോൽക്കരാൻ പ്രവവൃഷൂർനുനു സുരൗഖാഃ. ധർമ്മദേവൻ്റെ ഭാര്യയായിരിക്കുന്ന മൂർത്തിയാകട്ടെ മഹാപ്രഭാവത്തോടു കൂടിയിരിക്കുന്ന നാരായണനായ അങ്ങയെ നരൻ എന്ന സഹോദരനോടൊപ്പം പ്രസവിച്ചു. ഇരട്ടക്കുട്ടികളായ നരനാരായണന്മാരുടെ അവതാര സമയത്ത് ദേവഗണങ്ങൾ സന്തുഷ്ടരായി ഭീരീനിനാദം മുഴക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സര തപസമരാഭിലിവ്യൈകി പര്യായ നിർമ്മിത തപസമരൗഭവന്തൗ ശിഷ്ടൈകങ്കടമമം നിഹതാം സലീലം. 1000 സംവത്സരക്കാലത്തെ തപസ്സും അതേസമയം തന്നെയുള്ള സമരവും കൊണ്ട് മാത്രം ഛേദിക്കാൻ സാധിക്കുന്ന 1000 കവചങ്ങളോടുകൂടിയ സഹസ്ര കവചൻ എന്ന അസുരനെ ക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ട തപസ്സും സമരവും കൊണ്ട് ഒരൊറ്റ കവചം മാത്രമുള്ളവനാക്കിയിട്ട് അവസാനം അവിടുന്ന് വെറും ലീലയായി നിഗ്രഹിച്ചു. അന്വാചരന്നുപദിശൻ അഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഹി ശക്രോധത്തെ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗന പരിവൃതം പ്രജികായമാരം. അങ്ങ് സഹോദരനോടുകൂടി ബദരികാശ്രമത്തിൽ പോയിട്ട് സർവസംഘ പരിത്യാഗമാകുന്ന മോക്ഷധർമ്മം ജനങ്ങൾ അനുഷ്ഠിക്കേണ്ടതിലേക്കായി സ്വയം അനുഷ്ഠിച്ചും ഉപദേശിച്ചും വസിച്ചു വന്നു. അതിനുശേഷം ഇവർ തപസ്സുകൊണ്ട് സ്വർഗത്തെ അപഹരിക്കുമോ എന്ന് സംശയിച്ച ഇന്ദ്രൻ അങ്ങയുടെ ഇന്ദ്രിയ നിഗ്രഹ ശക്തിയിലും തപോബലത്തിലും അസൂയാലുവായിട്ട് തപോവിഘ്നാർത്ഥം അപ്സരസുന്ദരികളാൽ ചുറ്റപ്പെട്ടവനായ കാമദേവനെ നിയോഗിച്ചു. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖേർവികസദ്വിലാസൈഹി വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ചത്വാം ഭീതസ്ത്വയാത ജഗതേ മൃദുഹാസഭാജാം. ശക്രനാൽ നിയോഗിക്കപ്പെട്ട കാമദേവൻ തൻ്റെ സന്തത ബന്ധുക്കളായ വസന്തനോടും മലയാനിലനോടും കൂടി നരനാരായണന്മാരുടെ സമീപം വന്നിട്ട് പ്രകാശമാനമായ ഭ്രൂചലനാദികളോടുകൂടിയ സുന്ദരികളുടെ കടക്കൺമുനകളാകുന്ന ബാണങ്ങളാൽ തുടരെ പ്രഹരിച്ചിട്ടും നിശ്ചലനായിരിക്കുന്ന അങ്ങയുടെ അവസ്ഥ കണ്ട് ഭീരുവായി ഭവിച്ചു. അനന്തരം മന്ദഹാസത്തോടുകൂടി അവിടുന്ന് കാമാദികളോടായി ഇപ്രകാരം പറഞ്ഞു:
ഭീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനസം ദ്വിഹജുഷദ്വമിവി ഇതി ബ്രുവാണക ത്വം വിസ്മയേന പരിതസ്തുവതാമതൈഷാം പ്രാദർശയ സ്വപരിചാരകാദരാക്ഷീ. അല്ലയോ അങ്കജ, അല്ലയോ വസന്ത, അല്ലയോ ദേവാംഗനമാരെ, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഇവിടെ അടുത്തു വന്നിട്ട് എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവിൻ. അഥവാ എൻ്റെ മനസ്സിനാൽ സങ്കല്പിക്കപ്പെട്ട സൽക്കാരത്തെ നിർഭയം സന്തോഷത്തോടെ സ്വീകരിച്ചാലും എൻ്റെ മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ടതും ഒരു ദാനമെന്ന നിലയിൽ നിങ്ങളുടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ യോഗ്യവുമായ ഈ അപൂർവ സുന്ദരി രത്നങ്ങളെ സസന്തോഷം ഏറ്റുവാങ്ങിയാലും അനന്തരം അങ്ങയുടെ ചുറ്റും ആശ്ചര്യത്തോടുകൂടി നിന്ന് സ്തുതിക്കുന്ന കാമാദികൾക്ക് തൻ്റെ യോഗബലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പരിചാരികളായ സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്വാസിക പരിമളൈ കില മോഹമാബുഹോ ദത്താം ത്വയാ ജഗൃഹുസ്ത്രപയൈവ സർവസർവാസിഗർവശമനീം പുനരുർവശീം താം. അങ്ങയെ മോഹിപ്പിക്കുവാനായി വന്നു ചേർന്ന കാമദേവാദികൾ അങ്ങയുടെ പരിചാരികളുടെ വിലാസാദികൾ കണ്ട് മോഹിച്ചു പോയത്രേ. പിന്നീട് അവർ അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടവളും സ്വർഗവാസികളായ എല്ലാ അപ്സര സുന്ദരികളുടെയും ഗർവിനെ ശമിപ്പിക്കുന്ന പ്രസിദ്ധിയുള്ളവളുമായ ഉർവശിയെ ലജ്ജയോടുകൂടി സ്വീകരിച്ചു. ദൃഷ്ടോർവശീം തവ കഥാഞ്ജന നിശമ്യ ശക്രക പര്യാകുലേ ജനിഭവൻ മഹിമാവമർശാദ് ഏവം പ്രശാന്തരമണീയ തരാവതാരാത് ത്വത്തോധിയോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദേവേന്ദ്രൻ ഭവാനാൽ നൽകപ്പെട്ട ഉർവശിയെ കണ്ടും അങ്ങയുടെ വിചിത്രലീലാവിലാസങ്ങളെക്കുറിച്ച് കേട്ടും ഭഗവൻ മാഹാത്മ്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ച് പരവശനായി തീർന്നു. അല്ലയോ ഭക്താഭീഷ്ടദായകനായുള്ളവനെ, ഇപ്രകാരം ശാന്തവും രമണീയവും വിചിത്രങ്ങളുമായിരിക്കുന്ന അവതാരത്തോടുകൂടിയിരിക്കുന്ന അങ്ങയിൽ നിന്നും ഉന്നതനായുള്ളവൻ കൃഷ്ണമൂർത്തിയായിരിക്കുന്ന അങ്ങ് തന്നെയാകുന്നു. ദക്ഷസ്തുതാതുരതിലാളനയാരജോന്തോ നാത്യാദൃതസ്തുയിച്ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ത സഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരവിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷ പ്രജാപതിയാകട്ടെ ബ്രഹ്മാവിൻ്റെ അതിവാത്സല്യത്താൽ രജോഗുണങ്ങളായ കാമക്രോധാദികൾ വർദ്ധിച്ച് അജ്ഞാനത്താൽ വിവേകശൂന്യനായി തീർന്നു. കഷ്ടം. ബ്രഹ്മാവിലാകട്ടെ അങ്ങയിലാകട്ടെ ഭക്തി ആദരവുകൾ ഇല്ലാത്തവനായി ഭവിച്ചു. അതിനാൽ അങ്ങയുടെ തന്നെ അംശരൂപിയായിരിക്കുന്ന രുദ്രനെ ദ്വേഷിച്ചു. ദക്ഷയാഗത്തിൽ രുദ്രനോടുള്ള വൈരം സൂചിപ്പിക്കുന്നതിനായി തൻ്റെ പുത്രിയായ സതീദേവിയെ കൂടി രുദ്രപത്നിയാണെന്ന കാരണത്താൽ അപമാനിച്ചു. ക്രുദ്ധേ ശമാർദിതമഖ സതുസ്കൃത്തശീർഷക ദേവപ്രസാദിത ഹരാദഥലപ്തജീവക ത്വൽപൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികരപാഹി മരുത്പുരേശ. സ്വഭാര്യയെ അവമാനിക്കയാൽ കോപാന്ധനായി ഭവിച്ച രുദ്രനാൽ മുടക്കപ്പെട്ട യാഗത്തോടും അറക്കപ്പെട്ട ശിരസോടും കൂടി ഭവിച്ച ദക്ഷൻ ഇന്ദ്രാദി ദേവകളുടെ പ്രാർത്ഥന കേട്ട് പ്രീതനായ ശിവനാൽ പുനർജന്മം നൽകപ്പെട്ടവനായി തൻ്റെ യാഗത്തെ വഴിയാവണ്ണം പരിസമാപ്തിയിലെത്തിച്ചു. ഇപ്രകാരം അജ്ഞാനിയായിരുന്ന ദക്ഷൻ ആത്മജ്ഞാനം പകർന്നുകൊടുത്ത ജ്ഞാനപ്രദനായ സ്വാമി അവിടുന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. ഞാൻ ശ്ലോകം മുഴുവനും ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. അഥ ശ്രീമന്നാരായണീയെ ദശകം 16 നരനാരായണ ചരിതവും ദക്ഷയാഗവും. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ വിദൃഷു സ്വതാം ച സ്വാഹാഹവിർഭുജി സതീം ഗിരിശേ ത്വതംശേ മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാകൃതതൂര്യഘോഷാഃ പുഷ്പോൽക്കരാൻ പ്രവഭൃഷൂർനുനുസുരൗഖാഃ ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപ സമരാഭിലവ്യൈഃ
പര്യായ നിർമ്മിത തപ സമരൗ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും നഖതാം സലീലം അന്വാചരന്നുപദിശന്നവിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീः ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഖായമാരം കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖേർവ വികസദ്വിലാസൈः വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസവാജാം ഭീത്യാലമങ്കജ വസന്തസുരാംഗനാവോ മന്മാനസം ദ്വിഹജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തുവതാമ തൈഷാം പ്രാദർശയസ്വ പരിചാരകകാദരാക്ഷീः സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്വാസികാ പരിമളൈ കില മോഹമാബുഃ ദത്താം ത്വയാ ച ജിഗൃഹുസ്ത്രപയൈവ സർവസർവാസിഗർവശമനീം പുനരുർവശീം താം ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോചനി ഭവൻ മഹിമാവമർശാദ് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ ദക്ഷസ്തു ധാതുരതിലാളനയാർജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരവിശുനേ സുസുതാം വ്യമാനീത് കൃത്തേ സമർദ്ദിതമഖ സതു കൃത്തശീർഷക ദേവപ്രസാദിതഹരാധലബ്ധജീവക ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികരപാഹി മരുത്പുരേശ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഹരി ഓം കായേന വാചാ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീനാരായണായേതി സമർപ്പയാമി. ദശകം 17 അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. ഹരിയൂ ഹരയേ നമഃ.